ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോട് അടുത്ത് വരുവാൻ ആയുസ്സിനൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 118 സങ്കീർത്തനം 22, 23 വാക്യങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118 22, 23 വാക്യങ്ങൾ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമ്മോട് ഇടപെടുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. 118 സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട അനേകം വാക്യങ്ങളുടെ സമാഹാരമാണ്. 22, 23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ തിരുവചനം എഴുതിയിരിക്കുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് തള്ളിക്കളഞ്ഞ അനുഭവത്തെ കുറിച്ചാണ്. ആമേൻ. ഈ തള്ളിക്കളഞ്ഞതിനെ, ആർക്കും വേണ്ടാതെ ഇട്ടിരുന്നതിനെ, അഥവാ ഒന്നിനും കൊള്ളാതിരുന്നതിനെ മൂലക്കല്ലാക്കി തീർക്കുന്ന ദൈവകരങ്ങളുടെ ശ്രേഷ്ഠത വലുതാണ്. വാസ്തവത്തിൽ ഒരു ബിൽഡിംഗ് പണി ചെയ്യുന്നതിനോട് ചേർത്താണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ജീവിതത്തിൽ തള്ളിക്കളയപ്പെട്ട മനുഷ്യനെയാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ആരും ചേർത്ത് നിർത്താത്തവർ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, രക്തബന്ധങ്ങളും കൂടെയുള്ളവരും ജോലിസ്ഥലത്തുള്ളവരും കൂട്ടുകാരും ആരും ചേർത്ത് നിർത്താത്തവർ, അഥവാ തള്ളിക്കളയപ്പെട്ട അവസ്ഥ. എപ്പോഴാ തള്ളിക്കളയുന്നത്? ഒരു പ്രയോജനവുമില്ല എന്ന് തോന്നുമ്പോൾ, ഒന്നിനും കൊള്ളത്തില്ല എന്ന് തോന്നുമ്പോൾ, ഉപയോഗശൂന്യമായി മാറുമ്പോൾ സ്നേഹിക്കുന്നവർ പോലും വലിച്ചെറിയുവാൻ സാധ്യതയുണ്ട്. പ്രിയരെ, ഇന്ന് പകൽ തള്ളിക്കളഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തിരസ്കരണങ്ങൾ അനുഭവിച്ച ആരെങ്കിലും ഇന്ന് പകൽ ഈ വചനം കാണുന്നെങ്കിൽ, നിശ്ചയമായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് ഗുണമായി തീരട്ടെ. തള്ളിക്കളയുക, തിരസ്കരിക്കുക, മാറ്റിയിടുക, ഉപേക്ഷിക്കുക, അത് തന്നെയാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. തള്ളിക്കളഞ്ഞത് മൂലക്കല്ലായി തീർന്നു. ഇന്ന് പകൽ അപ്രകാരം ഒരു വലിയ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമത്രേ. ആമേൻ. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് മാനസികമായി തളർന്ന് ആവലാതിയോടെ ഈ രാവിലെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റെങ്കിൽ, ആര് തള്ളിക്കളഞ്ഞാലും, ആര് പുറത്താക്കിയാലും, ആര് എതിർത്ത് നിന്നാലും തള്ളിക്കളയാത്ത ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, തള്ളിക്കളഞ്ഞത് മൂലക്കല്ലായി തീർന്നു. ഒരു ബിൽഡിങ്ങിന്റെ പണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബലവത്തായതും ഷെയ്പ്പുള്ളതുമാണ് മൂലയ്ക്ക് വെച്ച് പണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ചു മുൻപ്
വലിച്ചെറിഞ്ഞത്, മാറ്റിയിട്ടത്, ഒരിടവും ചേർത്ത് വയ്ക്കുവാൻ പറ്റത്തില്ല എന്ന് പണിയുന്നവർ പറഞ്ഞത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മൂലയ്ക്ക് വയ്ക്കത്തക്ക നിലയിൽ ബലവത്തായി, ഷെയ്പ്പുള്ളതായി മാറി. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത്. ഇന്നലകളിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെയും വലിച്ചെറിയപ്പെട്ട കല്ല് പോലെ തള്ളിക്കളയപ്പെട്ട അനുഭവത്തിൽ ജീവിതയാത്രയിലായിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയരെ, ഈ വാക്യത്തിനകത്തൊരു സന്ദേശമുണ്ട്. തള്ളിക്കളഞ്ഞതിനെ ഏറ്റവും വിലയേറിയതാക്കി, ഏറ്റവും ശ്രേഷ്ഠമുള്ളതാക്കി, മൂലയ്ക്ക് വയ്ക്കത്തക്ക നിലയിൽ, പ്രാധാന്യമേറിയ സ്ഥലത്ത് വയ്ക്കത്തക്ക നിലയിൽ വെളിപ്പെടുന്ന ദൈവശക്തിക്കായി ദൈവത്തെ സ്തുതിക്കാമോ? നിങ്ങൾ ഒരുപാട് കരഞ്ഞവരാണോ? ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണോ? ആർക്കും നിങ്ങളെ വേണ്ട എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിത്തുടങ്ങിയോ? ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് മൂലക്കല്ലാക്കി തീർക്കുവാൻ, പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ മതിയായൊരു ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നോക്ക്, ഇത് യഹോവയാൽ സംഭവിച്ചു. ഇത് സഹോദരങ്ങളാലോ അപ്പനാലോ അമ്മയാലോ അല്ല സംഭവിച്ചത്. ഇത് ദൈവത്താൽ സംഭവിച്ചു. എന്താ ദൈവത്താൽ സംഭവിച്ചത്? തള്ളപ്പെട്ട് പുറംപറമ്പിൽ കിടന്നതിനെ മൂലക്കല്ലാക്കി മാറ്റി. അത് ദൈവത്താൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. പ്രിയരെ, മറ്റുള്ളവർക്ക് അത്ഭുതമാകത്തക്ക നിലയിൽ നമ്മിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിശ്ചയമായിട്ടും എത്ര തകർന്ന അനുഭവത്തിൽ നിന്നും, എത്ര ശാപം പിടിച്ച അനുഭവത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുവാൻ കരുത്തുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ രാവിലെ ഞാൻ പറഞ്ഞത്. ഒന്ന്, തള്ളിക്കളഞ്ഞ കല്ല്, ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞത്, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്, കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മൂലക്കല്ലായി മാറി. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് അത് കയറി വരുവാനിടയായി തീർന്നു. എങ്ങനെയാ തള്ളിക്കളഞ്ഞത് മൂലക്കല്ലായി തീർന്നത്? അത് യഹോവയാൽ സംഭവിച്ചു. ഇന്ന് രാവിലെ ദൈവത്താൽ ചിലത് സംഭവിക്കട്ടെ. ദൈവത്താൽ ചിലത് സംഭവിച്ചാൽ അതിനെ തടുക്കുവാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഉറപ്പാണ്, ദൈവത്താൽ ചിലത് സംഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്താൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അതാശ്ചര്യമായി മാറി. ഇന്നലകളിൽ അപമാനമായിരുന്നത്, ഇന്നലകളിൽ തകർച്ചയായിരുന്നത്, ഇന്നലകളിൽ പരാജയമായിരുന്നതിനെ ആശ്ചര്യമാക്കി തീർക്കുന്ന ദൈവം, വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ബലമുള്ള കരങ്ങളിൽ വഹിക്കണമേ, ദൈവിക നന്മകളെ കൊടുക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തള്ളിക്കളയപ്പെട്ട നിലയിൽ ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ മുഖാന്തരമാക്കി തീർക്കും. കർത്താവ് കൂടെ ഇരുന്ന് മഹത്വം എടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ,
ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.